കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. പൊസോഡ് സ്വദേശി BM സാബറിന്റെ വീട്ടിലെ ചുമരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു. ദേശീയപാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. അരുൺ പാറക്കലുണ്ട് ഇപ്പോൾ കാസർഗോഡ്. അരുൺ, വലിയ മഴയാണ് ഇപ്പോഴും ജില്ലയിൽ. എന്തൊക്കെയാണ് ഈ നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ? അരുൺ. ഉന്മേഷ്, ഇന്നലെ ഉച്ച മുതൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായും ഈ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് ഈ മഴ ശക്തമാവുന്നത്. മഞ്ചേശ്വരം മേഖലയിൽ പലയിടത്തും വെള്ളം കയറി എന്നുള്ളതാണ്. ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് ആ പ്രദേശത്താകെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെ കയറിയ വെള്ളം വൈകുന്നേരത്തോടു കൂടി ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു പോയിരുന്നു. പക്ഷേ രാത്രി പെയ്ത മഴയിൽ ഇപ്പോൾ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊസാട്ട് സ്വദേശി BM സാബിറിൻ്റെ വീട്ടിൽ ഇടിമിന്നലേറ്റ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നശിച്ചു എന്ന് പറയുന്നു. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം ആ വീട്ടിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ബന്ദിയോട് മൂസഹാജിയുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ അഗ്നിശമന സേന എത്തിയാണ് ഈ ആളുകളെയൊക്കെ പുറത്തെത്തിച്ചത്. 12ഓളം ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖല അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉന്മേഷ്.